നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം മുതിർന്ന CPM നേതാവ് ജി സുധാകരൻ ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. പിണറായിയുടെ മുഖത്തടിക്കൽ തന്നെയായിരുന്നു അത്. ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞതോടെ പിണറായിക്കെതിരെ സകല നേതാക്കളും ഇടഞ്ഞിരിക്കുകയാണ്. അതിനിടയിലാണ് ജി സുധാകരന്റെയും തുറന്നു പറച്ചിൽ ഉണ്ടായിരിക്കുന്നത്. നരേന്ദ്രമോദി ശക്തനായ ഭരണാധികാരിയാണ്. BJPയുടെ കേന്ദ്ര മന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണങ്ങളില്ല. കോൺഗ്രസ് ഭരണകാലത്തെ പോലെ അഴിമതി പൊട്ടിയൊഴുകുന്നുമില്ല. നേതാവുണ്ടെങ്കിൽ ജനം പിന്നാലെ വരും. കേന്ദ്ര മന്ത്രിമാർക്കെതിരെ വ്യക്തിപരമായ അഴിമതി ആരോപണങ്ങളില്ല. ഏത് പാർട്ടിയായാലും ലീഡർഷിപ്പ് പ്രധാനമാണെന്നുമാണ് സുധാകരൻ പറഞ്ഞത്. KK ശൈലജയുടെ പരാജയത്തെക്കുറിച്ചും പറഞ്ഞു. ഇതെല്ലാം പിണറായിക്ക് നന്നായി കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴിതാ സുധാകരനെ പുകഴ്ത്തിക്കൊണ്ടെത്തിയിരിക്കുകയാണ് BJPയുടെ തീപ്പൊരി നേതാവ് ശോഭ സുരേന്ദ്രൻ. നരേന്ദ്രമോദി നല്ല ഭരണാധികാരിയെന്ന ജി സുധാകരന്റെ പരാമർശം ഏറ്റെടുത്താണ് ശോഭ സുരേന്ദ്രൻ രംഗത്തെത്തിയത്. മോദിജിയെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞ ജി സുധാകരന് നന്ദിയെന്നാണ് ശോഭ സുരേന്ദ്രൻ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചത്. ജീവഭയം മാറ്റിവെച്ച് പിണറായിയുടെ കുടുംബാധിപത്യത്തിനും അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ പ്രതികരിക്കുന്ന CPMന്റെ നേതാക്കൾക്ക് BJP സംരക്ഷണം നൽകുമെന്നും ശോഭ സുരേന്ദ്രൻ കുറിച്ചു. ഒരു പൊതുപ്രവർത്തകന്റെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന അങ്ങയുടെ ഈ നിലപാടിനെ ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിച്ചു കൊള്ളട്ടെ. അങ്ങ് ഇപ്പോൾ തുടരുന്ന രാഷ്ട്രീയത്തോട് എനിക്ക് കടുത്ത വിയോജിപ്പുണ്ടെങ്കിലും ഈ വിഷയത്തിൽ ഞാൻ അങ്ങയോടൊപ്പമാണെന്നാണ് ശോഭ സുരേന്ദ്രൻ പറഞ്ഞത്. ശോഭ സുരേന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: മോദിജിയെ കുറിച്ചുള്ള യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞ ജി സുധാകരന് നന്ദി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ശക്തനായ ഭരണാധികാരിയാണെന്നും മോദി സർക്കാർ അഴിമതിരഹിത ഭരണമാണ് കാഴ്ചവെക്കുന്നതും ഉൾപ്പെടെയുള്ള യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞതിന് മുൻ മന്ത്രി ശ്രീ ജി സുധാകരനോട് നന്ദി പറയുന്നു. ജീവഭയം മാറ്റിവെച്ച പിണറായിയുടെ കുടുംബാധിപത്യത്തിനും അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ പ്രതികരിക്കുന്ന CPMന്റെ നേതാക്കൾക്ക് BJP സംരക്ഷണം നൽകും. CPMന്റെ തീവെട്ടിക്കൊള്ളക്കെതിരെ അങ്ങ് സ്വീകരിച്ച നിലപാടിന് അഭിനന്ദനവും രേഖപ്പെടുത്തുന്നു. ജനാധിപത്യത്തിൽ ഭയരഹിതമായി പ്രവർത്തിക്കാനും അഭിപ്രായം പറയുവാനുമുള്ള സ്വാതന്ത്ര്യമാണ് നമുക്ക് വേണ്ടത്. എന്നാൽ CPM അത് നൽകുന്നില്ലെന്ന യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ട്. ഇതിനെയെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് ഒരു പൊതുപ്രവർത്തകന്റെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന അങ്ങയുടെ ഈ നിലപാടിനെ ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിച്ചു കൊള്ളട്ടെ. അങ്ങ് ഇപ്പോൾ തുടരുന്ന രാഷ്ട്രീയത്തോട് എനിക്ക് കടുത്ത വിയോജിപ്പുണ്ടെങ്കിലും ഈ വിഷയത്തിൽ ഞാൻ അങ്ങയോടൊപ്പമാണ്. നരേന്ദ്രമോദി ശക്തനായ ഭരണാധികാരിയാണെന്നും BJPയുടെ കേന്ദ്ര മന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണങ്ങളുമില്ലെന്നായിരുന്നു മുൻ മന്ത്രി ജി സുധാകരൻ പറഞ്ഞു വെച്ചത്. കോൺഗ്രസ് ഭരണകാലത്തെ പോലെ അഴിമതി പൊട്ടിയൊഴുകുന്നുമില്ല. നേതാവുണ്ടെങ്കിൽ ജനം പിന്നാലെ വരും. കേന്ദ്രമന്ത്രിമാർക്കെതിരെ വ്യക്തിപരമായ അഴിമതി ആരോപണങ്ങളില്ല. ഇതെല്ലാം സുധാകരൻ പറഞ്ഞ ഈ വിഷയങ്ങളെല്ലാം പിണറായിയുടെയും ഇപ്പോൾ പാർട്ടിയെ നിലനിർത്തുന്ന പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെയും കൂടി മുഖത്തടിക്കലാണ്. MV ഗോവിന്ദനും പിണറായിയുടെ നിലപാടിനോട് എതിർപ്പുണ്ടെങ്കിലും അത് തുറന്നു പറയാനുള്ള ശേഷിയില്ല, ധൈര്യമില്ല. എന്നാൽ ജി സുധാകരൻ മുൻപും പിണറായിയുടെയും CPMലെയും ഏകാധിപത്യ ഭരണത്തിനെതിരെയും കെടുകാര്യസ്ഥതയും എല്ലാം പാർട്ടിയുടെ ശോച്യാവസ്ഥയെക്കുറിച്ചുമെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോഴെല്ലാം സുധാകരനെ വകവയ്ക്കാതെ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഒരു മുതിർന്ന പാർട്ടി പ്രവർത്തകന്റെ രീതിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം പാർട്ടിയെ തിരുത്താനുള്ള ഒരു നടപടി മുന്നോട്ട് വെച്ചാൽ അത് സ്വീകരിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്നത് CPM എന്ന പാർട്ടിക്ക് ഇനിയായാലും നന്നായിരിക്കും. അതല്ലെങ്കിൽ പാർട്ടി നിയമസഭാ തിരഞ്ഞെടുപ്പിലും വമ്പിച്ച തോൽവി തന്നെ ഏറ്റുവാങ്ങേണ്ടി വരും. എന്തായാലും CPMലെ ഈ മുതിർന്ന നേതാവിന്റെ വാക്കിനെ ശോഭ സുരേന്ദ്രനും മാനിക്കുന്നു എന്ന് തന്നെയാണ് വെക്കേണ്ടത്. കാരണം അവർ ഉദ്ദേശിക്കുന്നത് ഒരു പാർട്ടിയിലെ കെടുകാര്യസ്ഥതയെക്കുറിച്ചും CPM എന്ന പാർട്ടി ഇപ്പോൾ പിണറായി വിജയനായി മാറിയിരിക്കുന്നു. പിണറായി വിജയനും പിണറായി വിജയന്റെ കുടുംബാധിപത്യവുമാണ് ഇപ്പോൾ CPM എന്ന പാർട്ടി. ആ പാർട്ടിക്കെതിരെ ജീവഭയം മാറ്റിവെച്ചുകൊണ്ട് അത് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. പിണറായിക്കെതിരെ ആരെ എന്ത് ശബ്ദിച്ചാലും അവരെ നിശബ്ദരാക്കുക എന്നത് പിണറായിയുടെ ഒരു രീതിയാണ്. അപ്പോൾ അതിൽ ജീവഭയം കൂടി ഉൾപ്പെടുന്നുണ്ട്. ആ ജീവഭയം പോലും മാറ്റിവെച്ചുകൊണ്ടാണ് ജി സുധാകരൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സുധാകരൻ ഇനി BJPയിലേക്ക് പോയാലും അതിൽ ആശ്ചര്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പാർട്ടി അത്രയേറെ ശോച്യാവസ്ഥയിലെത്തിയിരിക്കുന്നു. അത് എല്ലാ പാർട്ടിക്കാരും മനസ്സിലാക്കേണ്ടത് തന്നെയാണ്.
നാം ഓരോ തവണയും എല്ലാ കാര്യങ്ങളെയും അവരുടെ കെടുകാര്യസ്ഥതയെ ഉൾപ്പെടെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരുന്നാൽ പാർട്ടി എങ്ങനെയാണ് നന്നാവുന്നത്, എങ്ങനെയാണ് നേർവഴിക്ക് പോകുന്നത്? ആ പാർട്ടിയുടെ കെടുകാര്യസ്ഥതയും ദുർഭരണത്തെയും കുറിച്ച് പറയേണ്ടത് ഏതൊരു പാർട്ടിക്കാരന്റെയും ധർമ്മമാണ്. പാർട്ടി ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്മകൾക്കും ജയ്വിളിക്കലല്ല ഒരു സാധാരണ അല്ലെങ്കിൽ ഒരു യഥാർത്ഥ പാർട്ടി പ്രവർത്തകന്റെ രീതി. അഹങ്കാരം വർദ്ധിച്ചു പോയി CPM-ൽ, അത് പറയാതിരിക്കാൻ വയ്യ. ഒരാൾ എന്നത് വ്യക്തി കേന്ദ്രീകൃതമായി പാർട്ടി മാറിക്കഴിഞ്ഞു. അതിനെതിരെയാണ് സുധാകരൻ പറഞ്ഞത്. ഇത്തവണ സുധാകരൻ മാത്രമല്ല, MV ജയരാജനും പോരാളി ഷാജിമാരുമെല്ലാം പിണറായിക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞു. ഈ സമയത്താണ് ശോഭാ സുരേന്ദ്രന്റെ ഇടപെടലും വരുന്നത്. ഇതിനെ നമ്മൾ വളരെ വ്യക്തമായി തന്നെ വിചിന്തനം ചെയ്യേണ്ടതുണ്ട്. സുധാകരന് പാർട്ടിയിൽ ഇപ്പോൾ യാതൊരു സ്ഥാനമാനങ്ങളും ഇല്ലാതെയാക്കിയിരിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരെയായി ഇല്ലാതാക്കുകയാണ് പാർട്ടിയിൽ. തോമസ് ഐസക്കിനെതിരെ ഈ തിരഞ്ഞെടുപ്പിൽ നിർത്തി പരാജയപ്പെട്ടാൽ അതോടുകൂടി തോമസ് ഐസക്കിന്റെ ഭാവി തന്നെ ഇല്ലാതെയാകുമെന്നുള്ളത് പിണറായിക്ക് നന്നായിട്ടറിയാം. അതുപോലെ തന്നെയായിരുന്നു ശൈലജയുടെയും. പിണറായിക്കെതിരെ വരുന്ന എല്ലാവരുടെയും, പിണറായിക്ക് മേലിൽ പോകുമെന്ന് ഭയപ്പെടുന്ന എല്ലാവരുടെയും, പിണറായിക്കെതിരെ ശബ്ദിക്കുന്നവരുടെ, അങ്ങനെ എല്ലാവരെയും ഇല്ലാതെയാക്കുകയാണ് പിണറായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഒരു പാർട്ടി പ്രത്യയശാസ്ത്രത്തിലും ഇല്ലാത്ത കാര്യമാണ്. ഈ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിലും ഇത്തരമൊരു കാര്യമില്ല എന്നുള്ളത് ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരന് എപ്പോഴായാലും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ സുധാകരൻ പറഞ്ഞു വെച്ചതും മനസ്സിലാക്കേണ്ടതുണ്ട്. അത് കണ്ടറിഞ്ഞ് മുന്നോട്ട് പോകേണ്ടതുണ്ട്. നന്ദി.